ഇത് പ്രസന്റ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2008 IPL തുടങ്ങുമ്പോൾ എല്ലാവരും ഒരേപോലെ ചർച്ച ചെയ്ത ഒരു ടീമുണ്ട്, മുംബൈ ഇന്ത്യൻസ്. മുകേഷ് അംബാനി അന്നുണ്ടാക്കിയെടുത്തത് വെറുമൊരു ടീമിനെയല്ല, ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരുടെ ഒരു വലിയ കൂട്ടത്തെയായിരുന്നു. സച്ചിനും ജയസൂര്യയും മലിംഗയും ഒക്കെ ഒരേ ടീമിൽ കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപേ മുംബൈ കപ്പടിക്കുമെന്ന് ആരാധകർ ഉറപ്പിച്ചു. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമുള്ള കളിക്കാരായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ക്രിക്കറ്റിൽ പേര് കേട്ടതുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ലല്ലോ. കളി തുടങ്ങിയതോടെ കാര്യങ്ങളാകെ കുഴപ്പത്തിലായി. പ്രധാന കളിക്കാർക്ക് പരിക്കേറ്റത് ടീമിന് വലിയ തിരിച്ചടിയായി. അതിൻ്റെ കൂടെയാണ് IPLനെ തന്നെ നാണം കെടുത്തിയ ആ സംഭവം നടക്കുന്നത്. ഹർഭജൻ സിംഗ് ശ്രീശാന്തിനെ തല്ലിയ വിവാദം. അതോടെ ഹർഭജന് വിലക്ക് കിട്ടി. ടീമിൻ്റെ ആകെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം തകർന്നു. അവിടെ നിന്നങ്ങോട്ട് നീണ്ട 5 വർഷങ്ങൾ കോടികൾ ചെലവാക്കി ലോകത്തെ വലിയ കളിക്കാരെയും കോച്ചുമാരെയും ഒക്കെ ടീമിൽ എത്തിച്ചിട്ടും മുംബൈക്ക് ഒരു തവണ പോലും കപ്പടിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയ കളിക്കാരും സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും മുംബൈക്ക് തുടർച്ചയായി പിഴച്ചത്? പക്ഷേ 2013 എല്ലാം മാറിമറിഞ്ഞു. ആ വർഷമാണ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ റിക്കി പോണ്ടിങ് മുംബൈ ടീമിലെത്തുന്നത്. പോണ്ടിങ് വരുന്നതോടെ എല്ലാം ശരിയാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ മുംബൈയുടെ കഷ്ടകാലം തീർന്നിരുന്നില്ല. ആദ്യത്തെ 6 കളി കഴിഞ്ഞപ്പോൾ ടീം തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ്. ഏകദേശം പുറത്താകുമെന്ന അവസ്ഥ. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ മാറ്റം സംഭവിക്കുന്നത്. ടീം തോൽക്കുന്നത് കണ്ടപ്പോൾ റിക്കി പോണ്ടിങ് സ്വയം നായകസ്ഥാനം ഒഴിഞ്ഞു. പകരം ആ ചുമതല ഒരു യുവാവിനെ ഏൽപ്പിച്ചു, രോഹിത് ശർമ്മ. ആ ഒരു തീരുമാനം IPL ചരിത്രത്തെ തന്നെ മാറ്റി എഴുതി. രോഹിത് വന്നതോടെ മുംബൈ അടിമുടി അങ്ങ് മാറി. ആ വർഷം തന്നെ അവർ തങ്ങളുടെ ആദ്യത്തെ IPL കിരീടം ഉയർത്തുകയുണ്ടായി. പക്ഷേ ആ വിജയം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. രോഹിത് ശർമ്മ എന്ന നായകന് കീഴിൽ മുംബൈ ഇന്ത്യൻസ് പിന്നീട് കണ്ടത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിപ്പാണ്. വെറുമൊരു കിരീടത്തിലൊന്നും രോഹിത് നിർത്തിയില്ല. 2013 ശേഷം 2015, 2017, 2019, പിന്നെ 2020, അങ്ങനെ 5 തവണയാണ് മുംബൈയെ രോഹിത് ചാമ്പ്യന്മാരാക്കിയത്. IPLലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ടീമായി മുംബൈ മാറിയത് ഈ കാലയളവിലാണ്. വെറുമൊരു ടീമിനെയല്ല, തോൽപ്പിക്കാനാവാത്ത ഒരു സാമ്രാജ്യത്തെയാണ് രോഹിത് അവിടെ കെട്ടിപ്പടുത്തത്. പക്ഷേ ഈ വിജയങ്ങൾ വെറുതെ ഉണ്ടായതല്ല. മുംബൈ ഒരു വലിയ കാര്യമെന്ന് മനസ്സിലാക്കി. കോടികൾ കൊടുത്ത് വാങ്ങുന്ന വലിയ താരങ്ങളെ മാത്രം വിശ്വസിച്ചാൽ എപ്പോഴും ജയിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മുംബൈ തന്ത്രം മാറ്റി. വലിയ പേരുകൾക്ക് പിന്നാലെ ഓടുന്നത് നിർത്തിയിട്ട് സ്വന്തമായി പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാൻ അവർ തീരുമാനിച്ചു. മറ്റാരും ശ്രദ്ധിക്കാത്ത, അധികം വിലയില്ലാത്ത, എന്നാൽ വലിയ കഴിവുള്ള കുട്ടികളെ തേടി അവർ ഗ്രാമങ്ങളിലേക്കും ചെറിയ ഗ്രൗണ്ടുകളിലേക്കും ഇറങ്ങി. അങ്ങനെയാണ് ജാസ്പ്രീത് ബുംറയെയും ഹാർദിക് പാണ്ഡ്യയെയും അവർ കണ്ടെത്തുന്നത്. അന്ന് ആർക്കും അറിയാതിരുന്ന ആ പയ്യന്മാരാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങൾ. തിലക് വർമ്മയും നിതീഷ് റാണയുമൊക്കെ ഈ രീതിയിൽ മുംബൈ കണ്ടെത്തിയവരാണ്. എങ്ങനെയാണ് മുംബൈക്ക് മാത്രം ഇത് ഇത്ര കൃത്യമായി സാധിക്കുന്നത്? എന്താണ് അവരുടെ ആ രഹസ്യ വിദ്യ? നോക്കാം. ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ മുംബൈയുടെ ഒരു പ്രത്യേക രീതിയുണ്ട്. വലിയ വലിയ ടൂർണമെൻറ്റുകൾക്ക് പകരം ആരും ശ്രദ്ധിക്കാത്ത ഗ്രാമങ്ങളിലെ ചെറിയ മത്സരങ്ങൾ കാണാനാണ് മുംബൈയുടെ ആളുകൾ പോയത്. അവിടെ വെച്ചാണ് അവർ ആ മെലിഞ്ഞുണങ്ങിയ പയ്യനെ ആദ്യമായി കാണുന്നത്, ഹാർദിക് പാണ്ഡ്യ. അന്ന് ആരും ഹാർദിക്കിനെ ഒരു വലിയ കളിക്കാരനായി കണ്ടിരുന്നില്ല. പക്ഷെ മുംബൈയുടെ കണ്ണുകൾ കണ്ടത് മറ്റൊന്നാണ്. അവൻ്റെ ബാറ്റിങ്ങിലെ വേഗതയും ഒന്നിനെയും പേടിക്കാത്ത ആ മനോഭാവവും. ബോഡി ബിൽഡിങ്ങിനെയോ മുൻ പരിചയമോ നോക്കിയല്ല, അവൻ്റെ ആത്മവിശ്വാസം കണ്ടാണ് വളരെ കുറഞ്ഞ ചിലവിൽ മുംബൈ അവനെ ടീമിലെടുത്തത്. അന്ന് മറ്റാർക്കും കാണാൻ കഴിയാത്ത ആ കഴിവ് മുംബൈ തിരിച്ചറിഞ്ഞു. പക്ഷേ അവരുടെ തന്ത്രം അവിടെയും തീർന്നില്ല. ഷാഡോ സ്കൗട്ടിംഗ് എന്ന ഒരു വിദ്യ കൂടി അവർക്കുണ്ട്. പ്രശസ്തരായ കോച്ചുമാരെ അയക്കുന്നതിന് പകരം
ആരും തിരിച്ചറിയാത്ത സാധാരണക്കാരായ ആളുകളെയാണ് അവർ കളി കാണാൻ അയച്ചത്. എന്തിനാണെന്നോ? കളിക്കാരുടെ കളി മാത്രമല്ല, ആരും കാണാത്തപ്പോൾ ഉള്ള അവരുടെ അച്ചടക്കവും സ്വഭാവവും നിരീക്ഷിക്കാൻ. ലോകം മുഴുവൻ കളിക്കാരുടെ സ്കോർ മാത്രം നോക്കിയപ്പോൾ മുംബൈ നോക്കിയത് ആ കളിക്കാരൻ്റെ സ്വഭാവമായിരുന്നു. സിറ്റികളിൽ ഇരുന്ന് വലിയ താരങ്ങളെ മാത്രം നോക്കിയ മറ്റു ടീമുകൾക്ക് ഇടയിൽ മുംബൈ നിശബ്ദമായി ഗ്രാമങ്ങളിൽ പോയി മിടുക്കന്മാരായ കുട്ടികളെ കണ്ടെത്തി. ഇനി അവരുടെ രണ്ടാമത്തെ തന്ത്രം നോക്കാം. 2013 അഹമ്മദാബാദിലെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ കളി നടക്കുകയാണ്. അത് കാണാൻ വന്ന ജോൺ റൈറ്റ് എന്ന മുംബൈയുടെ സ്കൗട്ട് പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവിടെയാണ് അദ്ദേഹം ആ 19 വയസ്സുകാരനെ ആദ്യമായി കാണുന്നത്. വിചിത്രമായ ബോളിംഗ് രീതി. പലരും അവനെ കണ്ട് കളിയാക്കി ചിരിച്ചു. പക്ഷേ അപ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. ആ പയ്യൻ ഡെത്ത് ഓവറുകളിൽ തുടർച്ചയായി 12 തവണ പന്ത് കൃത്യമായി സ്റ്റമ്പിന് താഴെ തന്നെ എറിഞ്ഞു. പെർഫെക്റ്റ് യോക്കേഴ്സ്. ഒന്നല്ല രണ്ടല്ല 12 തവണ. ആ പയ്യൻ്റെ പേരായിരുന്നു ജാസ്പ്രീത് ബുംറ. മുംബൈ അവിടെ ഒരു വലിയ പരീക്ഷണം നടത്തി. അവനെ പതിയെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നേരിട്ട് IPL എന്ന വലിയ വേദിയിലേക്ക് അങ്ങ് ഇറക്കി. അവൻ്റെ കരിയറിലെ ആദ്യത്തെ വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയാമോ? വിരാട് കോഹ്ലിയെയും ക്രിസ് ഗെയിലിനെയും ഡിവില്ലിയേഴ്സിനെയും പോലെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരെ നേരിടുക. വെറും 19 വയസ്സുള്ള ഒരു പയ്യനെ സംബന്ധിച്ച് ഇതിലും വലിയൊരു പരീക്ഷണം വേറെയുണ്ടോ? എന്തിനാണ് മുംബൈ ഇത്ര വലിയൊരു റിസ്ക് എടുത്തത്? അവിടെയാണ് മുംബൈയുടെ ആ ഉറച്ച വിശ്വാസം. വെറും കഴിവ് മാത്രം പോരാ, വലിയ മത്സരങ്ങളിൽ ആ കഴിവ് എങ്ങനെ പുറത്തെടുക്കുന്നു എന്നതാണ് പ്രധാനം. കഴിവുള്ളവർ ഒരുപാടുണ്ടാകാം, പക്ഷേ സമ്മർദ്ദത്തിന് മുന്നിൽ തളരാതെ ശാന്തനായി പന്തെറിയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ മാച്ച് വിന്നർമാർ. ബുംറ ആ വിശ്വാസം കാത്തു. ആദ്യ മത്സരത്തിൽ തന്നെ താൻ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി മുംബൈയുടെ മൂന്നാമത്തെയും ഏറ്റവും ശക്തമായ ആയുധം പറയാം: ഡാറ്റ. ഈ ഡാറ്റ സയൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലോകം മാറുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോയിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 2013 ആയപ്പോഴേക്കും 100 കണക്കിന് കളിക്കാരുടെ കൃത്യമായ വിവരങ്ങൾ മുംബൈ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഇത് വെറും സ്കോർ കാർഡ് ആയിരുന്നില്ല. ഓരോ കളിക്കാരൻ്റെയും ബലഹീനതകളും അവർ എങ്ങനെയാണ് ഔട്ടാകുന്നത് എന്നും കൃത്യമായി പഠിച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകളായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃണാൽ പാണ്ഡ്യ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ എബി ഡിവില്ലിയേഴ്സിനെ കുറിച്ച് മുംബൈയുടെ ഡാറ്റ ടീം ഒരു കാര്യം കണ്ടെത്തി. ഇടംകയ്യൻ സ്പിന്നർമാർ പന്ത് പുറത്തേക്ക് എറിയുമ്പോൾ ഡിവില്ലിയേഴ്സിന് അതടിക്കാൻ ബുദ്ധിമുട്ടാണ്. അന്ന് ആർക്കും അറിയാതിരുന്ന കൃണാൽ പാണ്ഡ്യയെ മുംബൈ ടീമിലെടുത്തു. ഡിവില്ലിയേഴ്സ് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോഴെല്ലാം രോഹിത് ശർമ്മ കൃണാലിനെ പന്തേൽപ്പിച്ചു. അതിൻ്റെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? കൃണാലിൻ്റെ പന്തുകൾക്ക് മുന്നിൽ ഡിവില്ലിയേഴ്സ് പലപ്പോഴും പതറിപ്പോയി. അതെ, ഡാറ്റയെ വെറും വിവരങ്ങളായല്ല, മറിച്ച് കളി ജയിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് അവർ ഉപയോഗിച്ചത്. മുംബൈയുടെ ഈ വിജയഗാഥ നമുക്ക് 3 വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തേത്, വലിയ പേരിലല്ല കഴിവിലാണ് കാര്യം. നമ്മൾ പലപ്പോഴും വലിയ ബ്രാൻഡുകൾക്ക് പിന്നാലെ പോകുന്നവരാണ്. പക്ഷേ മുംബൈ കാണിച്ചു തന്നത് മറ്റൊന്നാണ്. റെസ്യൂം നോക്കിയിട്ടല്ല, ഒരാളുടെ ഉള്ളിലെ കഴിവിനെ വിശ്വസിക്കണമെന്നാണ് മുംബൈ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ പാഠം, സ്വഭാവം നോക്കിയ ആളുകളെ വളർത്തുക എന്നതാണ്. ഒരാളെ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അയാളുടെ കളി മാത്രം നോക്കിയാൽ പോരാ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂര്യകുമാർ യാദവ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ സൂര്യകുമാർ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അയാൾക്ക് വലിയ അവസരങ്ങൾ കിട്ടിയില്ല. മുംബൈ അയാളെ ടീമിലെടുത്തത് കേവലം റൺസ് നോക്കിയല്ല, മറിച്ച് ഏത് പൊസിഷനിലും കളിക്കാനുള്ള അയാളുടെ ആത്മവിശ്വാസം കണ്ടാണ്. ഒരാൾക്ക് ശരിയായ സാഹചര്യം ഒരുക്കി കൊടുത്താൽ അയാൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. മൂന്നാമത്തെ പാഠമാണ് കൃത്യമായ പ്ലാനിംഗ് വിജയം തരും എന്നുള്ളത്. വെറുതെ കളി കാണുന്നതല്ല ഡാറ്റ. 2017 ഫൈനൽ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. പൂനെക്കെതിരെയുള്ള ആ കളിയിൽ അവസാന നിമിഷം വരെ മുംബൈ തോൽക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഓരോ ബാറ്റ്സ്മാനും എങ്ങോട്ടാണ് പന്തടിക്കാൻ സാധ്യത എന്ന് മുംബൈ നേരത്തെ പഠിച്ചിരുന്നു. ആ പ്ലാനിംഗ് അനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്തത് കൊണ്ടാണ് അവസാന ഓവറിൽ 1 റണ്ണിന് മുംബൈ ജയിച്ചത്. കൃത്യമായ അറിവും പ്ലാനും ഉണ്ടെങ്കിൽ വലിയ പ്രതിസന്ധികളെയും മറികടക്കാം. മുംബൈയുടെ ഈ വിജയങ്ങൾ നമുക്ക് വലിയ ബിസിനസ് പാഠങ്ങളാണ് നൽകുന്നത്. IPL എങ്ങനെയാണ് ഒരു വലിയ ബിസിനസ്സായി മാറിയത് എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു.
അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം മുംബൈയുടെ ഈ സിസ്റ്റത്തെ കാണാൻ. ചുരുക്കത്തിൽ മുംബൈ ഇന്ത്യൻസ് വെറും ഒരു ടീമിനെയല്ല ഉണ്ടാക്കിയത്, മറിച്ച് വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി ഉണ്ടാക്കി. കഴിവുള്ളവരെ കണ്ടെത്തുക, അവരെ വളർത്തുക, അറിവ് വെച്ച് കളി ജയിക്കുക. പക്ഷേ ഈ പെർഫെക്റ്റ് രീതിക്ക് ഇപ്പോൾ എന്തു പറ്റി? 5 തവണ കപ്പടിച്ച അതേ മുംബൈ ഇന്ത്യൻസ് ഇന്ന് പോയിൻ്റ് ടേബിളിൽ ഏറ്റവും താഴേക്ക് പോരുകയാണ്. എങ്ങനെയാണ്? എവിടെയാണ് അവർക്ക് പിഴച്ചത്? എല്ലാം തുടങ്ങിയത് ആ ഒരു തീരുമാനത്തിൽ നിന്നാണ്. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കിയ ആ നിമിഷം മുംബൈക്ക് 5 കപ്പുകൾ നേടിത്തന്ന ആരാധകരുടെ സ്വന്തം ഹിറ്റ്മാനെ പെട്ടെന്ന് മാറ്റിയത് ആർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. 2024 ഹാർദിക് ക്യാപ്റ്റനായതോടെ വർഷങ്ങളായി മുംബൈ കൊണ്ടു നടന്ന ആ ഒത്തൊരുമയിൽ വിള്ളലുകൾ വീണു തുടങ്ങി. പക്ഷേ പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല. പണ്ട് മുംബൈ ടീമിൽ കണ്ടിരുന്ന ആ ഒരു സ്നേഹവും സഹകരണവും ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ഇല്ല എന്നത് ഒരു രഹസ്യമല്ല. ടീം ഇപ്പോൾ പല തട്ടുകളായി തിരിഞ്ഞു എന്നാണ് ആരാധകർ പറയുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ എന്തിനും തയ്യാറായി നിന്നിരുന്ന കളിക്കാർ പോലും ഇപ്പോൾ മൈതാനത്ത് പരസ്പരം സഹകരിക്കാൻ മടിക്കുന്നു. സീനിയർ താരങ്ങളും പുതിയ ക്യാപ്റ്റനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. രോഹിത് ശർമ്മ എന്ന വികാരം മാറ്റിവെച്ച് മുംബൈയിൽ മറ്റൊരു നായകന് നിലനിൽപ്പില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു 2024 സീസൺ. സ്വന്തം മൈതാനമായ വാങ്കഡയിൽ പോലും ഹാർദിക്കിനെ കാണികൾ കൂവി വിളിച്ചു. ഇത് ഹാർദിക്കിൻ്റെ ആത്മവിശ്വാസത്തെയും ടീമിൻ്റെ കളിയെയും ഒരുപോലെ ബാധിച്ചു. 2026 എത്തി നിൽക്കുമ്പോൾ ടീം 2 പക്ഷമായി മാറിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ബുംറ തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഹാർദിക്കിൻ്റെ പല തീരുമാനങ്ങളോടും യോജിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പോസ്റ്റുകൾ പോലും ഈ തർക്കങ്ങളുടെ തെളിവുകളായി മാറി. കളിക്കാർ തമ്മിൽ ശരിയായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് ഗ്രൗണ്ടിലെ പ്രകടനത്തെയും മോശമാക്കി. മാത്രമല്ല, മുംബൈയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ആ പഴയ രീതികൾ, സിസ്റ്റം ഇപ്പോൾ നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കണം. വലിയ തുക കൊടുത്ത് താരങ്ങളെ ലേലത്തിൽ പിടിക്കുന്ന രീതിയിലേക്ക് മുംബൈ മാറി. പണ്ട് കൃത്യമായ പ്ലാനിങ്ങോടെ കളിച്ചിരുന്ന മുംബൈക്കിപ്പോൾ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത് ഒന്നു മാത്രം: മുംബൈ ഇന്ത്യൻസ് അവരുടെ ആ പഴയ വിജയതന്ത്രങ്ങൾ മറന്നുപോയോ? രോഹിത് ശർമ്മയുടെ തണലില്ലാതെ, ഈ തർക്കങ്ങൾ പരിഹരിക്കാതെ മുംബൈക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. കാരണം ഇത് മുംബൈ ഇന്ത്യൻസ് ആണ്. കടലിലെ തിരമാലകൾ പോലെ അവർ എപ്പോൾ വേണമെങ്കിലും ശക്തമായി തിരിച്ചു വന്നേക്കാം. ചുരുക്കത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫോം ഔട്ടല്ല, മറിച്ച് തകർന്നുപോയ ആ ഒത്തൊരുമ തിരിച്ചു പിടിക്കുക എന്നതാണ്. ആ പഴയ മുംബൈ ആകണമെങ്കിൽ അവർക്ക് കളിക്കാരെ മാത്രമല്ല, അവരുടെ പരസ്പര വിശ്വാസത്തെയും വീണ്ടെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മുംബൈയുടെ ഈ വീഴ്ചയ്ക്ക് കാരണക്കാരൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? രോഹിത്തിനെ മാറ്റിയത് ശരിയായ തീരുമാനമായിരുന്നു? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി ദ പ്രസന്റ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.